ക്യാമറ കെട്ടിപ്പടുക്കേണ്ടി വരുമോ? ഇവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇല്ല 2 സ്റ്റെപ്പ് ഇരിക്കാൻ തോന്നും. ഞങ്ങൾ പറയുമ്പോൾ ചേട്ടനൊന്ന് നേരെ ഇരിക്കല്ലേ. ഫ്രണ്ടിലോട്ടോ 1 സ്റ്റെപ്പ് ബാക്ക്. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. കാലി പൊക്കി പിടിച്ചോട്ടോ. പൊക്കി പിടിച്ചോ. ബാഗിലോട്ട് കയറി കംഫർട്ടാണ്. എൻ്റെ റോഷ്. സൂപ്പർ. എൻ്റെ വീട് തൃശ്ശൂരാണ്. വൈഫിൻ്റെ വീട് മൂലമറ്റം. ചേട്ടൻ്റെ പേരെന്താ? ചന്തു. ഇവിടെ തന്നെയാണ്, വാഗമൺ തന്നെയാണ്. കൊള്ളാല്ലേ? സൂപ്പർ. ഇല്ല, ഫസ്റ്റ് ടൈം. കുറച്ച് വൈഡായിട്ട് പിടിക്കണം ക്യാമറ. ഹാപ്പി. ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്നലെ തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വാഗമൺ ക്രിസ്മസ് ന്യൂ ഇയർ. ടൈഫോയിഡോ? അത് തന്നെ, അതാണ് ടൈഫോയിഡ്. അങ്ങനല്ല, എങ്ങനെ കുറച്ച് കുട്ടിക്കാനത്തായിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞില്ല, വൈഫിൻ്റെ വീട് ഇവിടെ മൂലമറ്റത്താണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ആളും ഇവിടെ ഇത് തുടങ്ങിയതിന് ശേഷം വരാൻ പറ്റിയിട്ടില്ല. വാഗമണിലേക്ക് കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും അഡ്വഞ്ചർ പാർക്കിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അല്ല, ഞാൻ ലാസ്റ്റ് ഒരു 3-4 മന്ത്സ് മുന്നേ വന്നപ്പോഴും 3-4 ആണ് എപ്പോഴും വന്നപ്പോഴും അടച്ചിട്ടേക്കായിരുന്നു. അത്
എനിക്കൊരു പ്രശ്നം തോന്നാത്ത രീതിയിൽ പോകുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂർ. നന്ദി അവിടെ ഞങ്ങളിങ്ങനെ നന്ദി ഹിൽസിലേക്കും പോകാൻ മതിയായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ അറിയാണ്ടായി. പക്ഷെ നന്ദി ഹിൽസിൽ എപ്പോഴും ഭയങ്കര തിരക്കല്ല. ഞാൻ പോയിട്ടുണ്ട് 2 വട്ടം. പക്ഷേ എപ്പോഴും തിരക്കും ഇതൊക്കെ അല്ലേ, ഭയങ്കര തിരക്കാണ്. അത് ഈ രാവിലെ സൺറൈസ് ഒന്നും ഇപ്പോൾ ഇല്ല. പഴയതുപോലെ ആൾക്കാരൊന്നും കടത്തിവിടുന്നില്ല എന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റിൽ അല്ല ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ട് കടത്തിവിടുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ കാണാനൊന്നും ഇല്ല. നമ്മളിപ്പോൾ തിരുന്നല്ലേ സുഖം. വെള്ളമില്ല. മഴ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ. നവംബർ ഒരു ലാസ്റ്റ് വരെ വെള്ളം ഉണ്ടാകും. നല്ല രസമുണ്ടാകും. പാറയില്ലേ കുറച്ചുകൂടെ എല്ലാം വെള്ളമുണ്ട്. വെള്ളം ഓക്കെ നല്ല രസം. happy. ചന്ദ്രനല്ലേ? അതെ അതെ ചന്ദ്രൻ. ലൈക്ക് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെ. ഞങ്ങളൊരു 3 പേര് മലയാളികളാണ്. ബാക്കിയുള്ളവരാണ് ഹിമാചൽ പ്രദേശുകാർ. 3 പേര് ഇവിടെ തന്നെ വാഗമണിൽ താമസം. മണാലിയിലൊക്കെ ഇത് പണ്ടോട്ട് ഒത്തിരി കാലമായിട്ട് ഇവിടെ 20 വർഷമായിട്ടുണ്ട്. വാഗമണിലായിരുന്നു. സോറി. ഇവിടെ അഡ്വഞ്ചർ ഇത് സ്റ്റാർട്ട് ചെയ്തത് പുതിയതാന്ന് വിചാരിച്ചേ. നമ്മളാണ് ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സ്പോർട്സ് നമ്മളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2005. എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അവർ വന്നപ്പോൾ മുൻപ് 1-2 പേര് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2020-2022 ആ ടൈമിലൊക്കെ ഉണ്ട്. കൊറോണയുടെ ടൈം മാത്രം നമ്മളില്ലായിരുന്നു. ഇല്ലായിരുന്നു. 8 years ആയിട്ട് ഇതിന് ലൈസൻസ് ഒക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സ്കൂളുകളുണ്ട്. നമ്മൾ സ്കൂളുകളിൽ പോയി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. ഞാൻ പണ്ട് ഒരു വട്ടം സ്കൂബ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫുൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് ഇതേപോലെ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. സ്കൂബയ്ക്ക് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അവർക്ക് ഡെയിലി ഒരു 2-3 ഡൈവ് എങ്ങാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയോ? അല്ല ഈ പാരാഗ്ലൈഡിങ്ങിന്. അതുണ്ട്.
സ്റ്റാർട്ടിങ് ടൈമിൽ ഒത്തിരി ടൈം നമുക്ക് തരില്ല. ആ ആ ബോഡിയൊക്കെ ഒന്ന് ടച്ചായി വരണമല്ലോ. ആ ആ അങ്ങനെ അപ്പോൾ ലൈക്ക് ഒരു ദിവസം എത്ര ദിവസം 2-3 ഒക്കെ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ. ആദ്യത്തെ ഒരു 10 days പ്രാക്ടീസ് തന്നെ ഉണ്ടാവും. ഗ്രൗണ്ടിൽ നിന്ന് ഹാൻഡിൽ ചെയ്യണം. ആ ആ ഗ്രൗണ്ടിലായിരിക്കും. ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നെ ഒരു ട്രെയിനിങ് ഹില്ലിലോട്ട് പോകുന്നത്. പിന്നെയാണ് ഇതുപോലത്തെ വലിയ ഹില്ലിലോട്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇവിടെ സീസൺ ഇവിടെ ഇല്ല, ഇവിടെ പ്രാക്ടീസ് ഇല്ല. പ്രാക്ടീസ് അല്ല, ആ. ഇങ്ങനെ ടൂറിസ്റ്റിൻ്റെ കൂടെ വരുമ്പോൾ തന്നെ ആ. ഒരാൾക്ക് ഇത്ര ടൈം അങ്ങനൊന്നുമില്ല. അങ്ങനെ പാരാഗ്ലൈഡിങ് ഇവിടെ ടൂറിസ്റ്റിന് സമയമുണ്ട് 15 മിനിറ്റ്, 15 മിനിറ്റ്. 10-15. കാലൊക്കെ പിടിച്ചോണേ. എഴുതേട്ടോ. അവിടെ അർണണ്ടായി മാറിക്കും. എനിക്ക്